മാന്യപ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഏകീകൃത കുർബാന വിഷയത്തിൽ സമവായമില്ല എന്ന കാര്യം ധരിപ്പിച്ചുകൊണ്ട് സഭാവിശ്വാസികളായ വിവിധ കൂട്ടായ്മകൾ സംയുക്തമായി മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ജോസഫ് പാംപ്ലാനിയുമായി സഭാസ്ഥാനത്ത് പ്രതിഷേധത്തിൽ. ഞങ്ങളെ സംബന്ധിച്ച സഭയുടെ തീരുമാനമെടുത്തു. നാളെ സഭ മറിച്ചൊരു തീരുമാനം ആരും പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കേട്ടേനെ. പക്ഷേ സമവായം എന്നുള്ള പരിപാടി ഞങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റില്ല. നിങ്ങൾ പറയുക എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി വേരിയന്റ് കൊടുത്ത് നിങ്ങൾ അപ്രൂവ് മുകളിൽ വന്ന് വർദ്ധിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ കുറച്ച് എടുക്കുന്നവരെ ഒരു ജനാബ പ്രമാണം പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. രണ്ടാമത് ഞങ്ങളുടെ ഒരു സംശയം, ഈ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ സർക്കുലർ, ആദ്യമായിട്ട് ഒരു സർക്കുലർ ഇറങ്ങുന്നത് 2-ാം തീയതി വായിച്ചില്ലെങ്കിൽ 9-ാം തീയതി വായിച്ചാലും മതി. അതിന്റെ ലോജിക്ക് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കളുടെ കൂടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. ഇന്നിപ്പോ വിഭൂതിയായിട്ട് ചില നമ്മുടെ ശിരോമവാസയുടെ കുടുംബം അനുസരിച്ച് തിങ്കളാഴ്ചയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ നമ്മുടെ ചില പള്ളികളിൽ ബുധനാഴ്ച നടക്കുന്നു, ചില പള്ളികൾ തിങ്കളാഴ്ച നടക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കുടിശ്ശിറക്കി പോകാതിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ വിഷമവും വികാരവും പിതാവ് മനസ്സിലാക്കണം. അല്ലാതെ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വന്ന പിതാവിനെ പേടിക്കാൻ വേണ്ടി അല്ല ഞങ്ങൾ വന്നത്. കാരണം പിതാവിനെ നേരത്തെ കാണാൻ വന്നപ്പോൾ പിതാവ് ഞങ്ങളോട് ഭാഷ പറഞ്ഞു, ഞാൻ കണ്ണൂരുകാരനാ, നിങ്ങൾ പേടിപ്പിക്കുക. ഞങ്ങൾ പിതാവിനെ പേടിപ്പിക്കുന്നില്ല, ഞങ്ങൾ പിതാവിനോട് റെസ്പെക്ട് ഉണ്ട്. ഞങ്ങളിവിടെ വന്നതിന്റെ കാരണം ഞങ്ങൾ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. സഭ പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ആ കുർബാന കിട്ടണം. അതിന് പകരമായിട്ട് ഷൈജു വാങ്ങിയെ പോലുള്ള ആൾക്കാരെ വിളിച്ച് സഭവായം ചെയ്യുന്നു. പിന്നെ ഞങ്ങൾക്ക് വികാരമുണ്ട്. ഞങ്ങൾ ഒന്നും ഉണ്ടായിരിക്കും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ സഭയുടെ തലവനായിട്ട് തട്ടിൽ പിതാവിനെ കാണാൻ വേണ്ടി ഞങ്ങൾ പലപ്പോഴും പോകുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. പിതാവിന്റെ സെക്രട്ടറിയായ തുരുത്തിപ്പുറം ഗുണ്ടായുസമാണ് ഞങ്ങൾക്ക് കാണിക്കുന്നത്. വെറും ഗുണ്ടായുസം. ഇവർ ചൂണ്ടിക്കാണിക്കാൻ കാണിച്ചു തരാമെന്ന് പറയാം. ഞങ്ങളുടെ പേഷ്യൻസിനെ പുള്ളി ടെസ്റ്റ് ചെയ്യാണ്. അപ്പൊ പിതാവിനെ കാണാൻ വന്നാൽ പോലും ഞങ്ങൾ 4 പേരെ അല്ലാതെ കാണുന്നില്ല. എന്തിനാണ് പിതാവ് ഇങ്ങനെ പേടിക്കുന്നത്? എന്തിനാണ് പിതാക്കന്മാർ ഞങ്ങളെ പേടിക്കുന്നത്? ഞങ്ങളുടെ സഭയുടെ ഒന്നാന്തരം കുഞ്ഞാളുക വിശ്വാസികളാണ്. ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരല്ല ഇപ്പം വരാൻ കാരണം ഞങ്ങളല്ല, ഓരോ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഈ സമവായ കുർബാന അംഗീകരിക്കാൻ പറ്റത്തില്ല. ഈ സമവായം എന്ന് പറയുന്നത് ആരുടെ സമവായം ചെയ്യുന്നത്? നിങ്ങൾ കുറച്ച് പിതാക്കന്മാരും കുറച്ച് മിതന്മാരും ഞങ്ങൾക്ക് പറയാം. ഞങ്ങൾക്ക് അറിയാം 2 ദിവസം കഴിഞ്ഞ് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഈ ഷൈജു ആണെന്ന് പറഞ്ഞ വ്യക്തി തന്നെ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും നമുക്ക് സമമാണ്, ഞായറാഴ്ചയാണ് നമുക്ക് കുർബാനല്ല. ഇവിടുത്തെ അച്ഛന്മാരെ റെപ്രസെന്റ് പറയുന്നത് ഷൈജു ആണെന്ന ആൾക്കാരാണ്. ഇവരെയൊക്കെയാണ് ഞങ്ങൾ മാനിക്കേണ്ടത്. ഞങ്ങളൊന്നും ഒരു പിതാക്കന്മാരുടെ കാല് തല്ലിയടിക്കാവുന്ന കൈ തല്ലിയടിക്കുന്ന എന്നവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ പിതാവിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ പിതാവിനെ സമാധാനത്തോടെ കാണാൻ പറ്റും. പിതാവ് പറയുന്നത് ഞാൻ കണ്ണൂരുകാരാണ്, നിങ്ങൾ പേടിപ്പിക്കരുത്. ഞങ്ങൾ ആരെയും പേടിപ്പിക്കുന്നില്ല. ഞങ്ങൾ എത്ര പ്രാവശ്യം വേണ്ടി ജിസ്മോനത്തിനോട് ചോദിച്ചു, ജിസ്മോനത്തിൽ പോലും ഞെട്ടിപ്പോവാ. ഞങ്ങൾ ഈ ഒച്ച സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ ഒച്ചെടുക്കുന്ന ആൾക്കാരല്ല. പക്ഷെ ഞങ്ങളുടെ ഡിമാൻഡ്സ് ഒന്ന്, ജനാബ കുർബാനോ വേറെ കുർബാന ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പാടില്ല. സമവായം ഞങ്ങൾ അംഗീകരിക്കത്തില്ല. നമ്പർ 2, ഈ 11 അച്ഛന്മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഏത് പിതാക്കന്മാരോട് ചോദിക്കും കാനോൺ നിയമപരമായിട്ട് അത് പാമ്പാരത്തിന്റെ കയ്യിലായിരിക്കും നടന്നുകൊണ്ടിരിക്കാൻ പറയും. അത് സ്ലോ ഡൗൺ ആയിരിക്കുന്നു, അതിന്റെ പ്രോസസ്സുകൾ നടക്കുന്നില്ല. ചില പിതാക്കന്മാർ പറയുന്നു അത് സ്ലോ ഡൗൺ ആ മക്കളെ നടക്കില്ലെന്ന് പറയുന്നു. ചില ആൾക്കാർ പറയുന്നത് നടക്കുമെന്ന് പറയുന്നു. ഇനി ബസ്സിലേക്ക് കുർബാന ചൊല്ലി 34 അച്ഛന്മാരെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞ് അന്ന് നമുക്ക് സഭയ്ക്ക് കാനോണികമായിട്ടുള്ള സമിതി ഇല്ല, നമ്മോട് ആക്ഷേപിക്കാൻ പറ്റത്തില്ല. അവിടെ പറയുന്നത്. അപ്പൊ ഞങ്ങളെയൊക്കെ സമയത്തോളം ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു കാരണവശാൽ ഈ സമവായ കുർബാന ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഓരോ പ്രാവശ്യം വന്ന് പിതാവിനോട് ഇതിനെക്കുറിച്ച് പറയുമ്പോഴും പിതാവ് ഒരിക്കൽ പോലും ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി തരാറില്ല. ഞങ്ങളെല്ലാം ആശ്വസിപ്പിച്ചു വിടും, പക്ഷെ ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി കിട്ടാറില്ല. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അന്ന് രാത്രി 21 അച്ഛന്മാർ തുണ്ട് പേപ്പറുമായിട്ട് വന്നിട്ട് ആ തുണ്ട് പേപ്പർ പിതാവ് സൈൻ ചെയ്ത് കൊടുത്തത് തന്നെയാണ്. വളരെ വ്യക്തമാണ്. അപ്പൊ ഞങ്ങളെ സിനഡും പിതാക്കന്മാരും കളിപ്പിക്കുന്നു. എന്തിന് ഞങ്ങളുടെ ഇടവയിൽ 2 വിധത്തിലുള്ള വിവേചനം ഉണ്ടാക്കുന്നു? എന്തുകൊണ്ട് ഞങ്ങൾ ഇടവാങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ട് അടുപ്പിക്കുന്നു? ഞങ്ങൾ അങ്ങോട്ടും കൂടി അടിക്കുക. ഞങ്ങൾക്ക് അപ്പുറത്തെ വീട്ടുകാരെ കാണാൻ മേല. എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ പല ആൾക്കാരുടെ വീട്ടിലെ ഹസ്ബൻഡ് വേറെ കാര്യത്തിന് വേണ്ടിയിരിക്കുന്നു, വൈഫ് വേറെ കാര്യത്തിന് വേണ്ടിയിരിക്കുന്നു. കാരണം കമ്പളത്തിമാർക്ക് അച്ഛന്മാരെ പേടി, അച്ഛന്മാരെ പ്രാഗിയെ ഏക്കുമെന്നാ പറയുന്നത്. ഈ കള്ളത്തരം കാണിക്കുന്ന പ്രാഗിയെ ഏക്കുമോ? അതുകൊണ്ട് ഞങ്ങൾ പിതാവിനൊരു കാര്യം പറയാം. ഞങ്ങൾ വളരെ സമാധാനത്തിൽ സംസാരിക്കും. ഇത് വികാരമാണ് പറയുന്നത്. വികാരമാണ് ഇപ്പൊ ഈ കാണിക്കുന്നത്, അല്ല വേറൊന്നുമല്ല. ഞങ്ങൾ 3 കാര്യത്തിലാണ് പിതാവിന്റെ ഞങ്ങൾക്ക് മറുപടി കിട്ടുന്നത്. ഒന്ന്, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന മാത്രമേ നടത്തിക്കാൻ. 2, സമവായം എന്ന പരിപാടി റദ്ദാക്കിയേ പറ്റൂ. ലീഗക്കാരായ അച്ഛന്മാർക്ക് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങൾ സർക്കുലർ എടുക്കുന്നു. ആ നടപടികൾ എത്രയും വേഗം നടപ്പിലാക്കണം. എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും? സർക്കാരുകൾ നമ്മളെ പിച്ച് ചിന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറയാൻ ഞങ്ങൾ വന്നതിന് കാരണം, ഞങ്ങളെ ഇന്ന് ഇവിടുന്ന് പിതാവ് സമാധാനിപ്പിച്ച് വിട്ടിട്ട് യാതൊരു കാര്യമില്ല.
ഞങ്ങൾക്ക് തീരുമാനങ്ങൾ വേണം. ഇല്ലെങ്കിൽ ശക്തമായ പ്രശ്നങ്ങളോട് ഞങ്ങൾ മുന്നോട്ട് വരും. പിതാക്കന്മാരെ വഴിയിൽ തടയുന്ന ഉൾപ്പെടെ കാര്യം ചിരിക്കൊന്നും വേണം. വഴിയിൽ തടയുന്ന കാര്യങ്ങൾ ചെയ്യും. പിതാക്കന്മാരെ വഴിയിൽ ഞങ്ങൾ ഡൂ ഓർ ഡൈ സിറ്റുവേഷൻ. ഞങ്ങൾ അത്രയും വിഷമിക്കും, അത്ര മാനസിക വിഷമം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉചിതമായിട്ട് തീരുമാനം എടുക്കുന്നതല്ലാതെ മൗണ്ടിൽ ഇരുന്നുകൊണ്ട് വിമതന്മാരുമായിട്ട് ചർച്ച ചെയ്ത് അവരെ മാത്രം അനുകൂലിച്ച് സമവായം എന്ന് പറഞ്ഞാൽ എന്തുവാ? രണ്ട് സൈഡിലുള്ള ആൾക്കാർ വിളിക്കുന്ന സമവായം എന്ന് പറയുന്നത് ഇവിടുത്തെ സമവായമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിപ്ലൈ ഇതാവ് തരണം. ഇല്ല എങ്കിൽ ഞങ്ങൾ മറ്റേ പണ്ട് ഞങ്ങൾ കടന്ന പോലെ റാലിയും ഇതൊന്നും മറ്റേ സത്യാഗ്രഹം ഒന്നും ഓർത്തണം. സഭയോട് ബന്ധപ്പെട്ട നമ്മൾ 65 ദിവസം സത്യാഗ്രഹം നടന്നപ്പോൾ ഒരു പിതാക്കന്മാരും ഇവിടെ വന്നിട്ടില്ല. ഈ തെമ്മാടി കൂട്ടങ്ങളുടെ കട്ടിൽ സമരം നടത്തിയപ്പോൾ എല്ലാ പിതാക്കന്മാരും ആശീർവദിച്ചു പോയി. നിങ്ങൾ ആരുടെ കൂടെ? അതുകൊണ്ട് പിതാവിന് വേണ്ട ആൾക്കാർ, ഞങ്ങളുടെ കൂടെ ആൾക്കാരുണ്ടെന്നല്ല ഇവിടുത്തെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഈ സീറോ മലബാർ സഭയിലെ ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങൾ സഭ പറയുന്ന അംഗീകരിക്കുന്ന ആൾക്കാരാണ് എന്നും പറഞ്ഞ് നിങ്ങൾ സോഷ്യൽ മീഡിയ കൂടെ അറ്റാക്ക് നിർത്താൻ പറഞ്ഞാൽ ഞങ്ങൾ നിർത്തത്തില്ല. കേസ് വിട്ടുപോയാൽ പറഞ്ഞാൽ ഞങ്ങൾ നിർത്തത്തില്ല. നിങ്ങൾ കുർബാനയുടെ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കും. കാരണം ഞങ്ങൾ അത്രയ്ക്ക് ഞങ്ങളുടെ ജീവിതം അത്ര മോശമാണ്. കരയാണ്. അപ്പം പിതാവിനെയൊക്കെ ഞങ്ങൾ കാണാൻ വേണ്ടി വരും. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് 4 പേര് 2 പേര്. അതുപോലെ തന്നെ ഞാൻ പിതാവിനോട് കഴിഞ്ഞ പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തായിരുന്നു. ഇപ്പം വേണം വിളിച്ച് കേൾപ്പിച്ചേക്കാം. സീറോ മലബാർ സഭയുടെ തലവന്റെ സെക്രട്ടറിയെ വിളിച്ചതിന്റെ ദാദാഗിരി ഒരു അപ്പോയിന്റ്മെന്റ് വിളിച്ച ദാദാഗിരിയാണ്. നിങ്ങൾക്ക് ആർക്കാരും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഞങ്ങൾ എത്ര ആൾ റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾ 18ഓളം 20ഓളം പിതാക്കന്മാരെ രാമനാഥൻ വരെ പോയി കണ്ടെന്നേ ഒരു പ്രയോജനമില്ല. അപ്പോൾ ഓരോ സിനഡിന് ഫ്രണ്ടിലും ഓരോ സിനഡിന് മുമ്പിലും ഞങ്ങൾ സമാധാനപരമായിട്ട് ലെറ്റർ കൊടുക്കും, പിതാക്കന്മാരെ കാണും, കൈമുത്തും കാര്യങ്ങൾ. ഇനി കൈമുത്താൻ ഉദ്ദേശിച്ചില്ല, വേറെ കാര്യം. ഇത് പിതാവ് കണ്ണൂരുകാരനാണോ പാലക്കാരനാണോ ഒന്നും വിഷയം. ഇവിടെ ഞങ്ങളുടെ വിഷയം സിനഡ് അംഗീകരിക്കുന്ന പോപ്പ് അംഗീകരിക്കുന്ന കുർബാനമാണെന്നുള്ളത്. അത് ഞങ്ങൾക്ക് അനുവദിച്ചു കിട്ടണം. അതിന്റെ അകത്ത് വിഷം ചേർക്കാനോ ഒരു ചെയ്താലും സുപ്രീം കോടതി ഒരു 1000 കേസുകളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു. അത് മാത്രമല്ല പിതാക്കന്മാരെ ഞങ്ങൾ വഴിയിൽ തടയും. ഇത് ഈ 19 പേരുടെ കണ്ടത് വിചാരിക്കണ്ട. ഞങ്ങൾ ശക്തമായ പരിപാടികളായിട്ട് അതിനോട് ജോലി വരെ രാജ്യത്ത് ഇറങ്ങാൻ തയ്യാറാണ്. കാരണം അത്രയ്ക്ക് ഞങ്ങളുടെ വീടുകളിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാം. ഇതിന് പിതാവ് വളരെ വ്യക്തമായിട്ടുള്ള മറുപടി പറയണം. സമവായം എന്ന് പറഞ്ഞ് പിതാവാണ് ആദ്യം ഒപ്പിട്ടിരിക്കുന്നത്. 1-ാം നമ്പറുകാരൻ പിതാവാണ്. ഇത് ഈ ഒപ്പിട്ടിരിക്കുന്ന ഷൈജു ആന്റണി ആയിട്ട് പിതാവ് ഒപ്പിട്ടിരിക്കുക. പറയട്ടെ, ഇത് പിതാവാണ് ആദ്യം ഒപ്പിട്ടിരിക്കുന്നത്. പിതാവ് കഴിഞ്ഞ ജൂലൈ മാസം ഒപ്പിട്ടിരിക്കുന്നതാണ്. തീരുമാനം കിട്ടിയേ പറ്റുള്ളൂ. അതെ, പിതാവ് പറയാൻ അല്ല, പിതാവ് പറയട്ടെ. പിതാവ് പറയട്ടെ. മറുപടി പറയട്ടെ. കൊച്ചിയെടുത്ത് പേടിക്കുന്നവരുണ്ടാകാം. സത്യത്തിൽ ഞാൻ അങ്ങനെ പേടിക്കുന്ന ആളല്ല. പേടിക്കാതൊരു പറയാൻ പറ്റുള്ളൂ. കണ്ണൂർ കാണുക ഞങ്ങൾ എറണാകുളമാണ്. ബോംബ് മറുപടി കേൾക്കട്ടെ. ഒന്ന് പേടിപ്പിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഇത്തരം പ്രകടനങ്ങൾ കാണുന്നതാണ് എന്നോട് ഞാൻ പറയുന്നത്. നിങ്ങൾ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും മറുപടി കിട്ടാൻ ഞാൻ ശാന്തമായി നിങ്ങൾ പറഞ്ഞ് കേട്ടു. ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അവിടെ ഇരിക്കും. ഇങ്ങനെ ഈ അമിത ആവേശം
ആവേശത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ല എത്ര വർഷമായി പിതാവേ ഉണ്ടായിരിക്കും ഒന്നാമത്തെ ചോദ്യം, ഈ സമവായ കുർബാന ഞാൻ ഉണ്ടാക്കിയതാണോ ഇവരുമായിട്ട് ഒപ്പിട്ടതാണോ സിനഡ് അംഗീകരിച്ചാണോ? ചോദ്യത്തിന്റെ അതിന്റെ ഉത്തരം ജൂൺ 21-ാം തീയതി സിനഡ് അനന്തര സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ആ സർക്കുലർ നിങ്ങൾ വായിക്കുക. അതിൽ ഈ ഞായറാഴ്ച ഒരു കുർബാന ചെല്ലുന്നതിനെ കുറിച്ച് സിനഡ് തീരുമാനിച്ചത് എന്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. സിനഡിന്റെ തീരുമാനമാണോ അല്ലയോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അത് എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാം എന്നുള്ള സിനഡിന്റെ തീരുമാനം എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാം എന്ന് തീരുമാനിക്കാൻ മാത്രമാണ് എന്നെ ചുമതലപ്പെടുത്തിയത്. അതാണ് ഇവിടെ ധാരണ. 9/6 കഴിഞ്ഞാണോ 21 ഓൺലൈൻ സിനഡ് നടന്നതിന് ശേഷം 21-ന് ഒരു സിനഡാന്റെ സർക്കുലർ ഇറങ്ങി. അതിൽ ഒരു കുർബാനയെങ്കിലും ചൊല്ലി തുടങ്ങുന്നവർക്ക് ശിക്ഷാ നടപടി ഈ സമവായാണ്. ശാന്തമാകും. എന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് തൃപ്തികരമായിട്ട് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. ഈ ചോദ്യങ്ങൾ വെച്ചിട്ട് സഭയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ ഒന്നാമത്തെ മറുപടി ആ സർക്കുലർ വായിക്കുക. 2, ഏകീകൃത രീതിയിൽ എറണാകുളത്ത് മുഴുവനും കുർബാന ചെല്ലണമെന്നാണ് ഞങ്ങൾ എല്ലാവരും, എല്ലാ പിതാക്കന്മാരും ഞാനും ആഗ്രഹിക്കുക. പരിശുദ്ധ പിതാവിന്റെ ആഗ്രഹം അതാണ്. ഒരാള് അതിനെ ധിക്കരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് കൂടുതൽ ഗൗരവമാണ്. ആ സസ്പെൻഷനെ കൂടുതൽ ഗൗരവമുള്ള തെറ്റാക്കി മാറ്റുന്നു. അവർക്കെതിരെയുള്ള ശിക്ഷാനടപടി എന്താണ് എന്നുള്ളത് പരിഗണിക്കുമ്പോൾ ഈ അനുസരണക്കേടും അതിൽ പരിഗണിക്കപ്പെടും. This news brought you by Renovation World.